പ്രഭാതം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മോട് വചനം സംസാരിക്കുന്നത് സഹോദരൻ KM മാത്യു മല്ലപ്പള്ളി. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. രാവിലെ ഞങ്ങളെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ പ്രഭാതവന്ദനം അറിയിക്കുന്നു. രാവിലെ ദൈവവചന ധ്യാനത്തിനായി ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രഭാതത്തിൽ തന്നെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നത് എത്രയോ ഭാഗ്യമായ കാര്യമാണ്. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതവും ഇഷ്ടവും അറിഞ്ഞ് അത് ജീവിതത്തിൽ നിറവേറ്റുവാൻ ഇടയാകുന്നുവെങ്കിൽ അതിൽ പരം ഭാഗ്യമായ ഒന്നും ഇല്ല. ഇന്ന് രാവിലെ നമ്മുടെ അല്പനേരത്തെ ചിന്തയ്ക്കായി നമുക്ക് ഒരു വാക്യം വായിക്കാം. 21-ാം സങ്കീർത്തനം അതിന്റെ 1-ാം വാക്യം. നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: യഹോവേ, രാജാവ് നിന്റെ ബലത്തിൽ സന്തോഷിക്കുന്നു, നിന്റെ രക്ഷയിൽ അവൻ ഏറ്റവും ഉല്ലസിക്കുന്നു. ഇത് ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്. ദാവീദ് ഒരു രാജാവ് എന്ന നിലയിൽ ദൈവത്തിന്റെ ബലത്തിൽ സന്തോഷിക്കുന്നു എന്ന് മാത്രമല്ല, അവന്റെ രക്ഷയിലും സന്തോഷിക്കുന്നു. മനുഷ്യരെന്ന നിലയിൽ പല കാര്യങ്ങളിലും സന്തോഷിക്കുന്നവരാണ് നാം ഓരോരുത്തരും. എന്നാൽ അതിന്റെ വിഷയങ്ങൾ വ്യത്യസ്തമാണ് എന്ന് മാത്രം. ചിലർ അവരുടേതായ ശാരീരിക സ്ഥിതിയിൽ, ആരോഗ്യത്തിൽ സന്തോഷിക്കുന്നവരാണ്. ചിലർ അവരുടെ സാഹചര്യങ്ങളിൽ സന്തോഷിക്കുന്നവരാണ്. ദൈവം അവർക്ക് കൊടുത്തിട്ടുള്ള ഭൗതികമായ നന്മയിലും സമ്പത്തിലും സന്തോഷിക്കുന്നവരാണ്. ചിലർ ദൈവം അവർക്ക് കൊടുത്തിട്ടുള്ള മക്കളിൽ സന്തോഷിക്കുന്നവരാണ്. എല്ലാവരും ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിൽ സന്തോഷിക്കുകയും പുകഴുകയും ഒക്കെ ചെയ്യുന്നവരാണ്. എന്നാൽ ഇവിടെ ദൈവത്തിന്റെ ദാസനായ ദാവീദ് ഇസ്രായേലിന്റെ രാജാവായിരിക്കുമ്പോൾ തന്നെ താൻ ആ കാര്യം ഓർത്തുകൊണ്ട് തന്നെ പറയുന്നു: രാജാവ് നിന്റെ ബലത്തിൽ സന്തോഷിക്കുന്നു. ഒരു രാജാവ് എന്ന നിലയിൽ തനിക്ക് പ്രശംസിക്കുവാനും സന്തോഷിക്കുവാനും തന്റെ അധികാരമുണ്ട്, തന്റെ സൈനിക ശക്തികളുണ്ട്, തന്റെ ആജ്ഞ അനുസരിക്കുന്ന പരിചാരക വൃന്ദമുണ്ട്. എന്നാൽ ഇവിടെ ദൈവത്തിന്റെ ദാസനായ ദാവീദ് ചെയ്യുന്നത് അതിലൊന്നും സന്തോഷിക്കുവാനല്ല താൻ ആഗ്രഹിക്കുന്നത്, മറിച്ച് ദൈവത്തിന്റെ രക്ഷയിൽ സന്തോഷിക്കുവാനായിട്ടാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഒരിക്കൽ ഭൂമിയിലായിരുന്നപ്പോൾ തന്റെ അടുക്കൽ വന്ന തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ വാക്കുകൾ ഈ തരുണത്തിൽ ഇതിനോട് ചേർത്ത് നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നതാണ്. ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിലത്രേ സന്തോഷിപ്പിൻ എന്നാണ് കർത്താവ് പറഞ്ഞത്. ശിഷ്യന്മാർ ശുശ്രൂഷയ്ക്കായി കടന്നുപോയി. അവരുടെ മുമ്പിൽ ഭൂതങ്ങൾ കീഴടങ്ങി അത്ഭുത പ്രവൃത്തികളൊക്കെ അവർ ചെയ്തു. അവരതിൽ സന്തോഷിച്ച് മടങ്ങി വന്നപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞ വാക്കുകളാണ് നാം വായിച്ചത്. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 20-ാം വാക്യത്തിലാണ് നാം അത് വായിച്ചത്. നാം ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളിലും, നമ്മെക്കൊണ്ട് ചെയ്യുവാൻ കഴിയുന്ന പല കാര്യങ്ങളിലും, നാം ചെയ്ത പല കാര്യങ്ങളിലും സന്തോഷിക്കുന്നവരാണ്. എന്നാൽ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത് അതിലല്ല നിങ്ങൾ സന്തോഷിക്കേണ്ടത്. നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ സന്തോഷിക്കണം. ഇന്ന് രാവിലെ നമ്മുടെ സന്തോഷ വിഷയങ്ങൾ ഏതിലാണ്? നാം ഏതിലാണ് സന്തോഷിക്കുവാൻ ആഗ്രഹിക്കുന്നത്? ദൈവം നമുക്ക് രക്ഷ തന്നതുകൊണ്ടും
നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ടും നമുക്ക് സന്തോഷിക്കുവാൻ കഴിയുമോ? ദാവീദ് പറയുന്നത് അവൻ ഏറ്റവും ഉല്ലസിക്കുന്നു എന്നാണ്. അത് മറ്റൊന്നിലുമല്ല, ദൈവം അവന് നൽകിയ രക്ഷയിലാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കാവുന്നതിലേക്കും ഏറ്റവും വലിയ സമ്മാനമാണ് ദൈവം നമുക്ക് നൽകിയ രക്ഷ എന്ന് പറയുന്നത്. അതിനുവേണ്ടി ദൈവത്തിന് ചിലവിടേണ്ടി വന്നത് വലിയ ചിലവാണ്. തന്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കേണ്ടി വന്നത്. ആ പുത്രൻ ഒരു മനുഷ്യനായി പാപമൊഴികെ മനുഷ്യൻ കടന്നുപോകുന്ന സകല പരിശോധനയിലൂടെയും ബലഹീനതയിൽ കൂടെയും ഈ ലോകത്തിൽ കടന്നു പോകേണ്ടതായിട്ട് വന്നു. ഏറ്റവും ഒടുവിൽ നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി കാൽവരിയിലെ കുരിശിൽ കഷ്ടം അനുഭവിച്ച് മരിക്കേണ്ടതിനായിട്ട് വന്നു. തന്റെ കഷ്ട അനുഭവത്തിന്റെയും മരണത്തിന്റെയും രക്തച്ചൊരിച്ചിലിന്റെയും ഫലമാണ് നമുക്ക് ഇന്ന് കരകമായിരിക്കുന്ന ഈ രക്ഷ എന്ന് പറയുന്നത്. മനുഷ്യവർഗത്തിന് ദൈവത്തിന് നൽകുവാൻ കഴിയുന്ന ഏറ്റവും വലിയ ദാനവും അത് തന്നെയാണ്. ഇന്ന് രാവിലെ നമ്മുടെ പുതിയ ദിവസത്തിലെ ജീവിതത്തിൽ പ്രവേശിക്കുവാനായിട്ട് പോകുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം ദൈവം നമുക്ക് ദാനം നൽകിയിരിക്കുന്ന ഈ രക്ഷയിൽ തന്നെ ആയിരിക്കുവാനായിട്ട് ഇടയായി തീരട്ടെ. ഇതുവരെയും യേശുക്രിസ്തുവിൽ കൂടെയുള്ള ഈ രക്ഷ കരഗതമാക്കുവാൻ കഴിഞ്ഞിട്ടില്ലാത്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും വിശ്വാസത്താൽ ഈ രക്ഷ പ്രാപിക്കുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. ഞാൻ വരുന്നു ക്രൂശിൻ